Attende Domine, et miserere, quia peccavimus Dei. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന് തനിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ ദുരിതങ്ങളെയും കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് 3 പ്രാവശ്യം പ്രവചിച്ചിട്ടുള്ളത്. എങ്കിലും ശിഷ്യന്മാർക്കും ജനങ്ങൾക്കും അവനെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ അവനെന്തിനാണ് അയക്കപ്പെട്ടിരിക്കുന്നതെന്നോ വ്യക്തമായി അറിയില്ലായിരുന്നു. എന്നിട്ടും സബദിപുത്രന്മാരോട് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിൽ നിന്നും നിങ്ങൾക്കും കുടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കുടിക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നുണ്ട്. ഇതേപോലെ നമുക്കും യേശു കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിൽ നിന്നും കുടിക്കാൻ കഴിയണം. ഇത് എളിമ നിറഞ്ഞ ജീവിതത്തിലൂടെ സാധിക്കുകയുള്ളൂ. എളിമ എന്താണെന്ന് ഏറ്റവും നല്ലോണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ്. ദൈവപുത്രനായിരുന്നിട്ടും ഒരു സാധാരണക്കാരനായി ജനിച്ച് ഒരു പുൽക്കൊട്ടിയിൽ പിറന്ന് അന്ന് ഏറ്റവും അപമാനകരമായി കരുതിയിരുന്ന കുരിശുമരണത്തിന് നിന്ന് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ച യേശുവിന് വേണ്ടി ഈ നോമ്പുകാലത്ത് എളിമയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.